ഹലോ ട്രേഡേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല അടിപൊളി അടാർ ഓണമൊക്കെ ആഘോഷമായിരുന്നല്ലോ. അപ്പം നമ്മളെ മാർക്കറ്റിന് നമ്മളെ ഓണം കഴിഞ്ഞ് സദ്യ കഴിച്ചുള്ള ഒരു ആലസ്യം, ഒരു ഉറക്ക ക്ഷീണം ഉള്ളത് പോലെ നമ്മുടെ മാർക്കറ്റിന് ഇന്നൊരു മോർണിംഗിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ഉറക്കത്തിൽ തന്നെയാണ് മാറുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും ഒരു നോർമൽ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചൊരു സിംഗിൾസ് ഉണ്ടെങ്കിൽ കൂടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റിക്ക്. നിഫ്റ്റിക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്ത് തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് കയറിപ്പോയി. ഏകദേശം പറഞ്ഞാൽ 25,480 ഭാഗത്ത് വന്നതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ആയി. ഇന്നലത്തെ പി ഒ സിയുടെ HVN ഭാഗത്ത് വാല്യൂയുടെ ലോയുടെ ഭാഗത്ത് വന്ന് വീണ്ടും റിവേഴ്സ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ ഡേ ആയിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതെന്താണ്? അതൊരു ലോങ് ബിൽഡപ്പ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. നമ്മുടെ കമ്മിങ് ടു ദ ന്യൂസ് മാർക്കറ്റ് എന്ന് പറയുമ്പം ഇന്ന് വളരെ അധികം ന്യൂസ് മാർക്കറ്റിലായിരുന്നു. യൂറോപ്പിന്റെ ട്രേഡ് ബാലൻസ് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലൊരു സിമ്പിളാണ്. അതുകൂടാതെ റിസർവ് അസറ്റ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ വേജസിന്റെ യൂറോസോണോ ഒന്ന് കുറച്ച് കുറഞ്ഞു. അതൊരു നെഗറ്റീവ് ആണ്. എന്നിരുന്നാൽ കൂടെ മാർക്കറ്റിൽ ആ ഒരു മൂവ്മെന്റ് വന്നിട്ടില്ല. പിന്നെ പൊതുവെ ചൈനീസ് മാർക്കറ്റ് ഫുൾ ഹോളിഡേ ആയിരുന്നു. യൂറോപ്പിന്റെ വേറെ ഒരു ഡേറ്റാസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇറ്റാലിയന്റെ ഹൈ ഇൻഫ്ലേഷൻ HICP വന്ന് ചെറിയൊരു നെഗറ്റീവ് ആണ്. US ന്യൂയോർക്ക് സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് മൈനസിൽ കിടന്നത് പ്ലസിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യമാണ്. എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ വരാൻ പോകുന്ന റേറ്റ് കട്ടുകളുടെ കാര്യങ്ങളും ഇൻഫ്ലേഷനും ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊഡക്ഷൻ എല്ലാം ഇതിനൊരു ചെറിയൊരു സ്വാഭാവികമായ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് USDയുടെ ന്യൂയോർക്ക് എംപയർ സ്റ്റേറ്റിന്റെ മാനുഫാക്ചറിങ് ഇൻഡെക്സ് മൈനസിൽ നിന്ന് പ്ലസ് അയക്കുന്ന വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ന്യൂസ് ഒന്നും കാണുന്നില്ല. ഇന്ന് ഒരു പൊതുവെ ഒരു ന്യൂസ് ഇല്ലാ ദിവസമായി മാർക്കറ്റ് മാറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റിന്റെ ലെവൽസ് ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് നോക്കേണ്ടത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റി തുടങ്ങാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞെന്താണ്? ബാങ്ക് നിഫ്റ്റി ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് 52,095 തൊട്ട് 51,970 വരെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. അതായത് എയുടെ സിംഗിൾസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നത്തെ പി ഒ സി മുകളിൽ, അതായത് ഞാൻ പറയുകയാണ് ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്നത് 52,232 ഭാഗത്ത് ഒരു പി ഒ സി ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. ഹയർ സൈഡിൽ പി ഒ സി ബിൽഡ് ചെയ്യുന്നത് മാർക്കറ്റിന് ഒരു പോസിറ്റീവാണ്. സോ നമുക്ക് ആ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. 52,238 ആണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ പി ഒ സി. സോ 52,238 ഞാനൊന്ന് മാർക്ക് ചെയ്തൊക്കെയാണ്. നിങ്ങൾക്ക് അറിയിക്കാം മാർക്ക് ചെയ്യുന്ന കളർ നമുക്കറിയാമല്ലോ, മഗ്നീറ്റ കളറാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. സോ ബാങ്ക് നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ആണ് 52,300 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. 52,300 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 52,300 മുകളിൽ മാത്രം ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം 52,300 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത എന്താണ്? 52,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 52,468. 52,468 അടുത്ത റെസിസ്റ്റൻസ്. ഓക്കെ, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത വരുന്നതാണ് 52,580. 52,580 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത വരുന്ന ലെവലാണ് 52,650 എന്ന് പറഞ്ഞ ഈ പി ഒ സി. 52,650. ഇനി 52,650 മുകളിൽ പോയാൽ മാത്രമേ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഈ പി ഒ സി വിർജിൻ പി ഒ സി ആണ് ഞാൻ ഇതിനെ മാർക്ക് വെച്ചേക്കാം. ഇനി താഴേക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അതായത് ഇന്നലത്തെ ഹൈ ഒരു സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടാണ്. 52,046 ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട്. അപ്പൊ നിങ്ങൾ ഓർത്തോളൂ, 52,046 താഴെ മാത്രമേ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലേ കാണുന്നുള്ളൂ. അപ്പൊ 52,046 അടുത്ത് വരുന്ന സമയത്ത്
ഇന്നലത്തെ POC ആയ 51,904 51,904 അത് നമ്മുടെ വിർജിൻ POC ആണ്. ഞാൻ POC-കളൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് അത് മാഗ്നീറ്റ കളർ, വിർജിൻ POC ആണെങ്കിൽ ഞാൻ ആ ഒരു കളർ കൊടുത്തേക്കാം. 51,904 താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 51,828 51,828 അത് നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടീവ് ആയിട്ട് ആക്റ്റീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് താഴെ വരുന്ന സമയത്ത് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 51,675 അല്ലെങ്കിൽ 664 51,664 ആയിരിക്കും നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. ഇപ്പൊ ഇത് ഓർത്തുള്ള നാളെ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 52,300 ഞാൻ ഇന്ന് മുതൽ വേറൊരു കാര്യം നിങ്ങൾക്ക് ആഡ് ചെയ്യണം. ഞാൻ അതിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യും, അതായത് ബുള്ളിഷ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ബുള്ളിഷ് റെഫറൻസും. ഇത് വരുന്ന എന്താണ് ഇത് ബുള്ളിഷ് റെഫറൻസ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഈ 52,446 എന്ന് പറഞ്ഞാൽ ബെയറിഷ് റെഫറൻസ്. ഓക്കെ, ബെയറിഷ് റെഫറൻസ് ഇത് ഞാനൊന്ന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും അപ്പൊ ബുള്ളിഷ് റെഫറൻസ് ഞാൻ ആഡ് ചെയ്തു. ഏതാണ് ഓർത്തോളൂ, അതായത് ബുള്ളിഷ് റെഫറൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ബെയറിഷ് റെഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 52,000 ഓർത്തോളൂ, ബുള്ളിഷ് റെഫറൻസ് 52,300 ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 52,046 52,300 മുകളിൽ 468 550 650 52,046 താഴെ 51,904 51,828 51,664 ഇതായിരിക്കും നമുക്ക് നാളത്തേക്കുള്ള ഒരു ലെവൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഈ വരാൻ പോകുന്ന മൂവ്മെന്റ് എപ്പോഴും ഓർത്തോളൂ, ഈ വരാൻ പോകുന്ന ബഡ്ജറ്റ് ബഡ്ജറ്റ് അല്ല, നമ്മുടെ FOMCയുടെ മീറ്റ് വരുന്നത് 18-ാം തീയതി രാത്രിയാണ്. അപ്പൊ 19-ാം തീയതി ആയിരിക്കും, വ്യാഴാഴ്ച ആയിരിക്കും അടിപൊളി അഡാറ് മൂവ്മെന്റ് മാർക്കറ്റ് തരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ നമുക്കിനി നിഫ്റ്റിയിലേക്ക് പോവാം. ബാങ്ക് നിഫ്റ്റിയെക്കാട്ടും കുറച്ചും കൂടെ ഒരു വല്ലാത്തൊരു സുഖലോലുപനായി തന്നെ അവൻ കളിച്ചത്. അവൻ അനക്കമൊന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. അവൻ കൃത്യമായിട്ട് നോർമൽ ഡേ ആയിരുന്നു. ചെറിയൊരു സ്പൈക്ക് താഴേക്ക് തന്നിട്ടെങ്കിൽ, സ്പൈക്ക് അല്ല, ചെറിയൊരു മൂവ്മെന്റ് താഴേക്ക് എക്സ്റ്റൻഷൻ താഴേക്ക് തന്നെങ്കിൽ കൂടെ അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഡേ ആണ്. ഒരു പ്യൂർ ഒരു ബെൽ ഷേപ്പ് ആണെങ്കിൽ, ബെല്ലിന്റെ അത്ര ആയിട്ടില്ല, നമുക്ക് നോർമൽ ഡേ ആണ്. 25,448 എന്നത്തെ POC. ഇപ്പൊ നമുക്ക് നിഫ്റ്റിക്ക് അത് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,448 നമ്മുടെ POC 42. അപ്പൊ ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ POCയുടെ കളർ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, അതാണ് നമ്മുടെ ടെക്സ്റ്റ് ഞാൻ മാറിപ്പോയി, കോർഡിനേറ്റ് 25,448 നമ്മുടെ POC. ഓക്കെ, അതിന്റെ കളർ ഒന്ന് മാഗ്നീറ്റ, അത് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത വരുന്ന നമ്മളെ ബുള്ളിഷ് 490, അതായത് 490ക്ക് മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. അപ്പം ഇന്നത്തെ ഹൈ ആയ 25,490ക്ക് മുകളിൽ നിങ്ങളൊരു എടുത്താൽ, സോ അതിന്റെ കളർ ഞാൻ അത് മാറ്റി ബ്ലാക്ക് ആക്കി. ആ റെഫറൻസ് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്തേക്ക് എന്താണ്, ബുള്ളിഷ് റെഫറൻസ് 25. ഇതിന് മുകളിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റുള്ളൂ. എത്രയാണ് ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ ഞാൻ ആഡ് ചെയ്തു. ഇപ്പം 25,490ക്ക് മുകളിൽ മാത്രമേ വരുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഓർത്തോളൂ, 25,000 എത്രയാണ് 543 25,543 25,543യും എന്താണ് 25,543 ആണ് നമ്മുടെ കോർഡിനേറ്റ് 25,543. ഓക്കെ, അതിന് മുകളിൽ അടുത്ത റെഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത വരുന്ന എന്താണ് 25,595 25,595 അതിന് മുകളിൽ അടുത്ത റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഓർത്തോളുക 25,642 എന്ന് പറഞ്ഞ ഫസ്റ്റ് SD ബാൻഡ്. അപ്പൊ ഇതാണ് നമ്മുടെ മുകളിലത്തുള്ള നിഫ്റ്റിയുടെ റെഫറൻസുകൾ, മൂവ്മെന്റ്സുകൾ. അപ്പം ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 25,420 ആണ്. അതിന് മുകളിൽ എന്താണ് 543 595 642. ഇപ്പൊ ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞ പോലെ 25,500 കടക്കുമോ എന്ന് ചോദിച്ചാൽ ഈ 25,490ക്ക് 443 ഇന്നത്തെ POCന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 25,500 മുകളിൽ നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്, ഓർത്തോളൂ. ഇനി നമുക്ക് ഇന്ന് താഴത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC ആയ 25,400 25,399, അതായത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം 25,399 ആണ് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും. നമ്മുടെ ബെയറിഷ് റെഫറൻസ് നമ്മുടെ എന്താണ്, നമ്മുടെ കളർ ഞാൻ മാറ്റി, ഇതാണ്. അതുകൂടാതെ നമ്മുടെ ബെയറിഷ് റെഫറൻസ് ബെയറിഷ് റെഫറൻസ് ആണ്
ഏതാണ് 25,399. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 25,330. ആ സപ്പോർട്ട് 25,330 ഫസ്റ്റ് വരുന്ന താഴത്തെ ലെവല്. ആ 25,330 പൊട്ടുകയാണെങ്കിൽ 25,289 വലിയ സ്പൈക്ക് ആണ്. 25,289 കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന എക്സ്പയറി ഡേറ്റ് സ്പൈക്ക് ആണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 25,289. അതിന് താഴെ 25,224 എന്താണ് 25,224. അതിന് താഴെ വരികയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 25,174. 25,174 ഇതായിരിക്കും നമുക്ക് താഴേക്കുള്ള ഒരു സപ്പോർട്ട് എന്ന രീതിയിലേക്ക് വരാൻ ചാൻസ്. പുറത്തുള്ള 25,490 ബുള്ളിഷ് റെഫറൻസ്, 25,399 ബെയറിഷ് റെഫറൻസ്. ഇതിന് മുകളിലേക്കാണെങ്കിൽ 25,642 പോവാം. ബെയറിഷ് റെഫറൻസ് താഴേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ സിംഗിൾ പ്രിന്റുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച എക്സ്പയറി ഡേക്ക് വന്ന സിംഗിൾ പ്രിന്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഓർത്തുള്ള അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഓർത്തുള്ള ഈ വരുന്ന സെപ്റ്റംബർ 18 തൊട്ട്, അതായത് വീക്സ് ജസ്റ്റ് ഒന്ന് കൂടി തുടങ്ങി. എന്നാൽ കൂടെ സെപ്റ്റംബർ 18 19 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. അത് നിങ്ങൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വേണമെങ്കിൽ 3 to 4% വൈൽഡ് മൂവ്മെന്റ് വരണമെങ്കിൽ 3 to 5% മൂവ്മെന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തരാം. ഇല്ല എങ്കിൽ ചിലപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 0.25 ആണെങ്കിൽ റേറ്റ് കട്ട് വരികയാണെങ്കിൽ ന്യൂസ് ഡിസ്കൗണ്ടഡ് ആയതുകൊണ്ട് വലിയ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഇൻ കേസ് വലിയൊരു എന്തെങ്കിലും അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേറെ എന്തെങ്കിലും വലിയ രീതിയിൽ പറയുകയാണെങ്കിൽ അതെല്ലാം മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിന്റെ അൽഗോരിതം വർക്ക് ആവുള്ളൂ. അപ്പൊ അങ്ങനെ വർക്കായാൽ മാത്രമേ എന്റെ നൽകുന്ന വീഡിയോസ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുള്ളൂ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.